+1 അക്കൗണ്ടൻസിയുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ് എക്സാമിനേഷന് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നാണൊരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയത്. നമ്മൾ ഇന്ന് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, 2 ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, 3 ജേണൽ. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ടോട്ടൽ 4 ഭാഗങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് നടത്തുന്നത്. ഈ ചാപ്റ്ററിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ആൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമുള്ള കുട്ടികൾക്ക് അത് ഉപയോഗപ്പെടുത്തി ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ആ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് ഈ ക്ലാസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഉപയോഗപ്പെടുത്തുക. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് പ്രാക്ടീസിന് വേണ്ടി ഒരു ഓൺലൈൻ ടെസ്റ്റിനുള്ള ഗൂഗിൾ ഫോം ലിങ്ക്, അതുപോലെ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട്സ്, കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് തുടങ്ങിയ ഭാഗങ്ങളുടെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കുകൾ ഉപയോഗിച്ച് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനും പരീക്ഷ അറ്റൻഡ് ചെയ്യാനൊക്കെ കഴിയും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസിനെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ പടി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനെയും ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാനുള്ള റൂൾസ്. ആ റൂൾസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് റീകോൾ ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചു പോയിട്ടുള്ള ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ്. നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ബിസിനസ് ട്രാൻസാക്ഷനും അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സിനെ എഫക്റ്റ് ചെയ്യും. മിനിമം 2 അക്കൗണ്ടുകളെ ബാധിക്കും. അങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡെബിറ്റ് ഏത് അക്കൗണ്ട് ചെയ്യണം, ക്രെഡിറ്റ് ഏത് അക്കൗണ്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഈ റൂൾസിലൂടെ മനസ്സിലാക്കേണ്ടത്. ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ആ റൂൾസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു സാമ്പത്തിക ഇടപാടിനെയും 2 അക്കൗണ്ടിനെ ബാധിക്കുമെന്ന് പറഞ്ഞു. ആ 2 അക്കൗണ്ടുകൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള 5 ഹെഡിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അക്കൗണ്ടുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള 5 ടൈപ്പിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നുകിൽ അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലാബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിരിക്കും, അതും അല്ലെങ്കിൽ എക്സ്പെൻസ് ആൻഡ് ലോസസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകംസ് ആൻഡ് ഗെയിൻ ആയിരിക്കാം. മോഡേൺ അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 5 ഹെഡിലാണ്. അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷനും 2 അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യും. ആ 2 അക്കൗണ്ടുകൾ ഏത് കാറ്റഗറിയിലായിരിക്കാം? നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്ത ഈ 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. അപ്പോൾ ഈ 5 കാറ്റഗറിയെ ബേസ് ചെയ്തിട്ടാണ് റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് അസറ്റിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. അസറ്റിൻ്റെ കേസിൽ ഇൻക്രീസ് ഡെബിറ്റ് ആൻഡ് ഡിക്രീസ് ക്രെഡിറ്റ്. ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ബിസിനസ്സിലൊരു അസറ്റ് ഇൻക്രീസ് ഉണ്ടായെങ്കിൽ ആ അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതല്ല, അസറ്റിന് ഡിക്രീസ് ആണ് ഉണ്ടായതെങ്കിലോ അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ബിസിനസ്സിന് കൂടിയെങ്കിൽ, ബിസിനസ്സിനൊരു അസറ്റ് കൂടുതലായി കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ വാല്യൂ വർദ്ധിച്ചെങ്കിൽ ആ അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു അസറ്റിന് വാല്യൂവിൽ കുറവാണ് അഥവാ ഡിക്രീസ് ആണ് ഉണ്ടായതെങ്കിൽ ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. നമ്മൾ ആദ്യമായിട്ട് കണ്ട ട്രാൻസാക്ഷനാണ്. ബിസിനസ് ആരംഭിച്ചു, 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ്മാൻ ഒരു ബിസിനസ് ആരംഭിച്ചു. ഈ ഒരു ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കിയത്? ബിസിനസ്സിൻ്റെ ക്യാഷ് അക്കൗണ്ട്
ഇൻക്രീസ് ചെയ്തു, അതേസമയം ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ആണ്, അഥവാ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസും ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ലാബിലിറ്റീൻ്റെ കേസിൽ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ലാബിലിറ്റി ഡിക്രീസ് ആണെങ്കിലോ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ഒരു ലാബിലിറ്റി കൂടി എന്ത് ചെയ്യണം? ആ ലാബിലിറ്റി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ലാബിലിറ്റി കുറയാണ് ചെയ്തതെങ്കിൽ ആ ലാബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനിൽ ഓൺ ക്രെഡിറ്റ്. അനിലിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു. അപ്പോൾ അനിൽ എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി, അനിലിന് ക്യാഷ് കൊടുക്കാനുണ്ട്, സാധനങ്ങൾ കടമായി വാങ്ങിച്ചു, അനിലിന് ക്യാഷ് കൊടുക്കാനുണ്ട്, അനിൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? അനിൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അനിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ക്രെഡിറ്ററാണ്. ക്രെഡിറ്റർ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി ഇൻക്രീസ് ആണ്. ലാബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കേസിൽ വരുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് ഡിക്രീസ് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്തു. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്തത്. എന്താ കാര്യം? ആ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഐറ്റം ഇൻക്രീസ് ചെയ്തു. അത് ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ദെൻ എക്സ്പെൻസസ് ആൻഡ് ലോസസിൻ്റെ കേസിൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. പെയ്ഡ് സാലറി കൊടുത്തു. ഇപ്പോൾ സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടായി, അഥവാ ആ എക്സ്പെൻസ് അക്കൗണ്ട് വർദ്ധിച്ചു, അത്രയും ചിലവ് കൂടി അല്ലേ? അപ്പോൾ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വഴി ഒരു എക്സ്പെൻസ് അക്കൗണ്ട് കുറയുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ദെൻ ഇൻകംസ് ആൻഡ് ഗെയിൻസിൻ്റെ കാര്യത്തിൽ ഒരു ട്രാൻസാക്ഷൻ വഴി ഒരു ഇൻകം കൂടിയെങ്കിൽ ആ ഇൻകം അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസ് ക്രെഡിറ്റ്, ദെൻ ഡിക്രീസ് ഡെബിറ്റ്. ഒരു ട്രാൻസാക്ഷൻ വഴി ഒരു ഇൻകം അക്കൗണ്ടിൽ കുറവ് വന്നെങ്കിൽ ആ ഇൻകം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൃത്യമായി മനസ്സിലാക്കിയാലാണ് നമുക്ക് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് റൂൾസ്? അസറ്റ് അക്കൗണ്ട് ഇൻക്രീസ് ഡെബിറ്റ്, ഡിക്രീസ് ക്രെഡിറ്റ്. ലാബിലിറ്റി അക്കൗണ്ട് ഇൻക്രീസ് ക്രെഡിറ്റ്, ഡിക്രീസ് ഡെബിറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ക്രെഡിറ്റ്, ഡിക്രീസ് ഡെബിറ്റ്. എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻക്രീസ് ഡെബിറ്റ് ആണ്, ഡിക്രീസ് ക്രെഡിറ്റ് ആണ്. ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇൻക്രീസ് ക്രെഡിറ്റ്, ഡിക്രീസ് ഡെബിറ്റ് ആണ്. ഈ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും ഡെബിറ്റ് അക്കൗണ്ടുകളാണ്. ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യും. ലാബിലിറ്റി അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻകം അക്കൗണ്ട് ക്രെഡിറ്റ് അക്കൗണ്ടുകളാണ്, അഥവാ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഓർക്കുക, അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് അക്കൗണ്ടുകളാണ്. ലാബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ക്രെഡിറ്റ് അക്കൗണ്ടുകളാണ്. ഒരു ട്രാൻസാക്ഷൻ വഴി അസറ്റ് അക്കൗണ്ടോ എക്സ്പെൻസ് അക്കൗണ്ടോ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം അക്കൗണ്ട് ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. ഓക്കെ, ദെൻ നമ്മൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്താണ്? The books in which a transaction is recorded for the first time from a source document are called books of original entry. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ട്രാൻസാക്ഷനും ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ പറയുന്ന പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഒരു ട്രാൻസാക്ഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യുന്നത്? ഒരു സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ തെളിവാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. വൗച്ചർ, ബില്ല്, പേയിൻ സ്ലിപ്പ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ഇൻവോയ്സ് എറ്റ്സെട്ര, ഇതെല്ലാം സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു സോഴ്സ് ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ഓരോ ട്രാൻസാക്ഷനും ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കുകളെയാണ് നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയാം.
Then books of original entry includes number 1 journal and second special journals or subsidiary books. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ജേണലാണ്, രണ്ടാമത്തത് സ്പെഷ്യൽ ജേണൽസ് ആണ്. സ്പെഷ്യൽ ജേണൽസ് ഇൻക്ലൂഡ് ക്യാഷ് ബുക്ക്, പർച്ചേസസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് ആൻഡ് ജേണൽ പ്രോപ്പർ. അപ്പോൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ജേണലും സ്പെഷ്യൽ ജേണലും ഉൾപ്പെടുന്നതാണ്. സ്പെഷ്യൽ ജേണൽസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജേണൽ മാത്രമാണ്. ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫസ്റ്റ് ഓഫ് ഓൾ ആസ് ആൻഡ് വെൻ ദേ ടേക്ക് പ്ലേസ്. ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ഈ ഒരു ബുക്കിൽ എല്ലാ ട്രാൻസാക്ഷനും ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ആസ് ആൻഡ് വെൻ ദേ ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് അതേ ദിവസം തന്നെ ആ ബുക്കിൽ, ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ആ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡിംഗ് ഇൻ ജേണൽ ഈസ് ഡൺ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഡേ ടു ഡേ, ഡേ ബൈ ഡേ, ഓരോ ദിവസവും നടക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസും ജേണലിൽ അതേ ദിവസം തന്നെ റെക്കോർഡ് ചെയ്യുന്നു. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിങ്. അങ്ങനെ ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് ജേണലൈസിങ് എന്നാണ് പറയുന്നത്. LF മീൻസ് ലെഡ്ജർ ഫോളിയോ, ദ പേജ് നമ്പർ ഓഫ് ലെഡ്ജർ ബുക്ക് ഇൻ വിച്ച് റെലവൻറ്റ് അക്കൗണ്ട് അപ്പിയേഴ്സ്. ജേണലിൽ ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്, നമുക്ക് നോക്കാം. അതായത് ലെഡ്ജറിലെ ആ പേജ് നമ്പറിനെയാണ് നമ്മൾ ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ജേണൽ എൻട്രിക്ക് ഒരു നരേഷൻ ഉണ്ട്. നരേഷൻ ഈസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ട്രാൻസാക്ഷൻ. ഇതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള 1-2 വിവരങ്ങളാണ്. നമുക്കൊരു ജേണൽ, സാമ്പിൾ ഒരു ജേണൽ പരിചയപ്പെടണം. ഇവിടെ ഡേറ്റ് കോളം ഉണ്ട്. ആദ്യത്തേത് ഡേറ്റ് കോളം എന്താ ഉദ്ദേശിക്കുന്നത്? ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് ആണ് ആ കോളത്തിൽ എഴുതേണ്ടത്. രണ്ടാമത്തെ കോളമാണ് പെർട്ടിക്കുലർ കോളം. പെർട്ടിക്കുലർ കോളത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിലാണ് നമ്മൾ അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്ത കാര്യം എഴുതേണ്ടത്. മൂന്നാമത്തെ കോളമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞാൽ ജേണൽ എന്ന് പറയുന്ന ബുക്കിലുള്ള ഈ എൻട്രി ലെഡ്ജർ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ബുക്കിൽ എത്രാമത്തെ പേജിൽ വരുന്നു എന്നാണ് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ എഴുതേണ്ടത്. നാലാമത്തെ കോളമാണ് ഡെബിറ്റ് കോളം. ഇതിൽ ഡെബിറ്റ് അക്കൗണ്ട് എത്ര എമൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്തത് എന്നാണ് എഴുതേണ്ടത്. ദെൻ അഞ്ചാമത്തെ കോളം ക്രെഡിറ്റ് കോളമാണ്. ഈ ക്രെഡിറ്റ് കോളത്തിൽ എഴുതേണ്ടത് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ എമൗണ്ട് എത്രയാണെന്ന്. പെർട്ടിക്കുലർ കോളത്തിൽ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് ആദ്യം എഴുതുന്നു. എന്നിട്ട് ഡെപ്റ്റർ എന്ന് സിമ്പിൾ ഇട്ടതിന് ശേഷം ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് കുറച്ച് വലത് മാറിയിട്ടാണ് എഴുതുന്നത്. ആ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേര് എഴുതുന്നു. ദെൻ നരേഷൻ ആണ് താഴെ എഴുതിയിട്ടുള്ളത്. ബീയിങ് പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ക്യാഷ്. ആ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവരണമാണ് നരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെങ്ങനെയാണ് ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 2020 ജനുവരി 1 മുതൽ 27 വരെയുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ ട്രാൻസാക്ഷൻ ശ്യാം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. ശ്യാം ബിസിനസ് ആരംഭിച്ചു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. രണ്ടാമത് ജനുവരി 2-ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് സ്ഥാപനത്തിലേക്ക് കുറേ ഗുഡ്സ് വാങ്ങിച്ചു, വിൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. ദെൻ ജനുവരി 4-ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സുഭാഷ്. സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് 12,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് കടത്തിനാണ് വാങ്ങിച്ചത്. അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. ദെൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ വാങ്ങിച്ചു, അസറ്റാണ് വാങ്ങിയത്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്, 6,000 രൂപ ക്യാഷ് ട്രാൻസാക്ഷനാണ്. ദെൻ ജനുവരി 10-ന് പെയ്ഡ് ക്യാഷ് ടു സുഭാഷ്. സുഭാഷിന് ക്യാഷ് കൊടുത്തു 8,000 രൂപ. ദെൻ 16-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രവി ഫോർ ക്യാഷ് 7,500. ദെൻ 17-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രവി ₹5,000. ദെൻ 20-ന് ബോട്ട് മെഷീനറി ഫോർ ക്യാഷ്. മെഷീനറി വാങ്ങിച്ചു 8,000. ദെൻ 27-ന് പെയ്ഡ് റെന്റ് 400. ഇനി ജേണലിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കുക. ശ്യാം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000.
50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ശ്യാം ബിസിനസ് ആരംഭിച്ചു. ജേണലിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാലോ. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇതാണ് ജേണലിൻ്റെ ഒരു ഫോർമാറ്റ്. ദെൻ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമുക്ക് എൻ്റർ ചെയ്യണം. ഡേറ്റ് കോളത്തിൽ 2020 ജനുവരി 1 എന്നെഴുതി. ദെൻ ഇനി ട്രാൻസാക്ഷൻ നോക്കുക. ശ്യാം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. നമുക്ക് ജേണൽ എൻട്രി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്ന, അതിൽ ഉൾക്കൊള്ളുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്. രണ്ടാമതായിട്ട് അതിൽ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ആദ്യം നോക്കുക, ഈ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 അക്കൗണ്ടുകൾ. ഒന്ന് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ശ്യാം ബിസിനസ് ആരംഭിച്ചത്. അപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ ക്യാഷ് വന്നു. ഒന്ന് ക്യാഷ് അക്കൗണ്ടാണ്. രണ്ടാമത്തേത് ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ബിസിനസ്സിൽ ഇത്രയും ക്യാഷ് വന്നപ്പോൾ അതിൻ്റെ ക്ലെയിം ആർക്കുണ്ട്? ശ്യാമിനുണ്ട്, അഥവാ ശ്യാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ ബിസിനസ്സിൽ ക്യാഷ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തു, ശ്യാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ഇൻക്രീസ് ചെയ്തു. നമ്മുടെ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോക്കുമ്പോൾ ആദ്യം ക്യാഷ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണെന്ന് അറിയണം. ക്യാഷ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? അസറ്റ് അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടോ? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ നേച്ചർ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. നമുക്കറിയാം 5 നേച്ചറിലാണ് വരുള്ളൂ. 1 അസറ്റ് അക്കൗണ്ട്, 2 ലാബിലിറ്റി അക്കൗണ്ട്, 3 ക്യാപിറ്റൽ അക്കൗണ്ട്, 4 എക്സ്പെൻസ് അക്കൗണ്ട്, 5 റവന്യൂ അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അസറ്റ് അക്കൗണ്ടാണ്. രണ്ടാമത്തേത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തു ഈ ഒരു ട്രാൻസാക്ഷൻ വഴി. അപ്പോൾ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം? അസറ്റ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി, ഈ മാർജിനോട് ചേർന്ന് ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. ദെൻ റൈറ്റ് മാർജിനോട് ചേർന്ന് DR എന്ന് എഴുതി, അഥവാ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ആണ്, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ആണ്. ഈ ആദ്യ ട്രാൻസാക്ഷൻ വഴി ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്തു? ബിസിനസ്സിൽ ക്യാപിറ്റൽ ബാലൻസ് കൂടി, അഥവാ ബിസിനസ്സിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തു. ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ആണ്. അത് എഴുതുന്നതിന് മുമ്പ് ഡെബിറ്റ് കോളത്തിൽ 50,000 എമൗണ്ട് എഴുതുക. അതിനുശേഷം ടു ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതണം. അപ്പോൾ 2 എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ റൈറ്റ് മാർജിനിൽ നിന്ന് അല്പം മാറിയിട്ട് വേണം 2 എഴുതാൻ. അതിനുശേഷം ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേരെഴുതി ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട്, എമൗണ്ട് എഴുതി 50,000 രൂപ. ദെൻ അടുത്ത എഴുതേണ്ട എന്താണ്? നരേഷനാണ്. ശ്യാം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹50,000. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറിയ വിവരണം. ഈ ഒരു ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിവരണമാണ്. നരേഷൻ എഴുതി കഴിഞ്ഞ് നമ്മളൊരു ലൈൻ ഇടണം. പെർട്ടിക്കുലർ കോളം മാത്രമാണ് ഇങ്ങനെ ക്ലോസ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത ഡേറ്റ് എഴുതണം. ജനുവരി 2 ആണ്. ജനുവരി 2 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ബിസിനസ് വിൽക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. ഫോർ ക്യാഷ്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അഥവാ ബിസിനസ്സിൽ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ക്യാഷ് കൊടുത്തല്ലോ, അഥവാ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞല്ലോ. ക്യാഷ് കുറയാന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് കുറയാണ്. അസറ്റ് ഡിക്രീസ് എന്താ ചെയ്യേണ്ടത്? അസറ്റിൻ്റെ റൂൾ എന്താ? അസറ്റ് ഇൻക്രീസ് ഡെബിറ്റും ഡിക്രീസ് ക്രെഡിറ്റുമാണ്. അപ്പോൾ അവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. ദെൻ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതായിരിക്കും? ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. അതേസമയം നമ്മൾ അതിനെ പർച്ചേസസ് എന്നാണ് പറയുന്നത്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് എന്താ? ഡെബിറ്റ് ആണ്. 2 തരം അക്കൗണ്ടുകളാണ് ഇൻക്രീസ് ഡെബിറ്റ് ചെയ്യുന്നത്. ഒന്ന് അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റ്. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസസ് ഏതാണ്? പർച്ചേസസ് ആണ്. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ₹20,000, 20,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. ടു ക്യാഷ് അക്കൗണ്ട് 20,000. ക്യാഷ് അക്കൗണ്ട് 20,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ കാരണം ക്യാഷ് ഡിക്രീസ് ആണ്. ദെൻ നരേഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ദെൻ പെർട്ടിക്കുലർ കോളം ക്ലോസ് ചെയ്തു. അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത് ജനുവരി 4 പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സുഭാഷ് ₹12,000. സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനം അഥവാ ശ്യാമിൻ്റെ ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യണം? സുഭാഷിന് ക്യാഷ് കൊടുക്കാനുണ്ട്. എത്ര രൂപ കൊടുക്കാനുണ്ട്? 12,000 രൂപ കൊടുക്കാനുണ്ട്. അങ്ങനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ സുഭാഷ് നമ്മുടെ ബിസിനസ്സിൻ്റെ
ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? റൂള് കൃത്യമായിട്ട് ഓർക്കണം. ലാബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? പർച്ചേസസ് എന്ന് പറയുന്ന എക്സ്പെൻസ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ജേർണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 12,000 രൂപ ടു സുഭാഷ് അക്കൗണ്ട് 12,000 രൂപ. ദെൻ നരേഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സുഭാഷ് ഓൺ ക്രെഡിറ്റ്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്നാ? ജനുവരി 5-നാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹6,000. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഒന്ന് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങി എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സിൽ കുറഞ്ഞു, ബിസിനസ്സിൻ്റെ ക്യാഷ് പോയി. അതേസമയം ബിസിനസ്സിലേക്ക് എന്താണ് വന്നത്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് അല്ല. പർച്ചേസ്ഡ് നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ആയിരിക്കണം ബിസിനസ്സിലേക്ക് വരേണ്ടത്, അഥവാ വിൽക്കാനുള്ള സാധനങ്ങളായിരിക്കണം ബിസിനസ്സിലേക്ക് വരേണ്ടത്. ഇവിടെ വന്ന എന്താണ്? ഒരു ഫർണിച്ചർ അക്കൗണ്ടാണ്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ടാണ്. ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് കൂടി. അതുകൊണ്ട് ഇൻക്രീസ് ചെയ്ത അസറ്റ് ഡെബിറ്റ് ചെയ്യുക. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ആണല്ലോ ചെയ്യേണ്ടത്. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 6,000. ഇനി ഡിക്രീസ് ചെയ്ത അക്കൗണ്ട് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് കുറഞ്ഞു, ക്യാഷ് പോയി അല്ലേ? അപ്പോൾ ടു ക്യാഷ് അക്കൗണ്ട് 6,000. നരേഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ. നമ്മൾ പെർട്ടിക്കുലർ കോളം ക്ലോസ് ചെയ്യുന്നു. അടുത്ത ട്രാൻസാക്ഷൻ ജനുവരി 10-നാണ്. പെയ്ഡ് ക്യാഷ് ടു സുഭാഷ്. സുഭാഷിന് ക്യാഷ് കൊടുത്തു. എന്താ സുഭാഷിന് ക്യാഷ് കൊടുക്കാനുള്ള കാരണം? നേരത്തെ സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ 12,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. 12,000 രൂപ സുഭാഷ് നമ്മുടെ ക്രെഡിറ്ററാണ്, അഥവാ ക്യാഷ് ബിസിനസ് കൊടുക്കാനുണ്ട്. അതിലേക്ക് 8,000 രൂപ കൊടുത്തു. അങ്ങനെ 8,000 രൂപ കൊടുത്തപ്പോൾ സുഭാഷിന് കൊടുക്കാനുള്ള 12,000 രൂപ കുറവ് വന്നു. സുഭാഷ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്ററാണ്. ക്രെഡിറ്ററുടെ വാല്യൂ കുറഞ്ഞു, അഥവാ ബിസിനസ്സിൻ്റെ ലാബിലിറ്റി കുറഞ്ഞു. ലാബിലിറ്റി കുറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ലാബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റും ഡിക്രീസ് ഡെബിറ്റുമാണ്. ലാബിലിറ്റി കുറഞ്ഞ ലാബിലിറ്റി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇവിടുത്തെ ലാബിലിറ്റി അക്കൗണ്ട് സുഭാഷ് അക്കൗണ്ടാണ്. ₹8,000. ആ ലാബിലിറ്റി കുറഞ്ഞു 8,000 രൂപ കൊടുത്തപ്പോൾ. ഓക്കെ. ടു ക്യാഷ് അക്കൗണ്ട്. സുഭാഷിന് ക്യാഷ് കൊടുത്തപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്ന അസറ്റും കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. നരേഷൻ പെയ്ഡ് ക്യാഷ് ടു സുഭാഷ്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത് ജനുവരി 16-നാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രവി ഫോർ ക്യാഷ്. രവിയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രവി എന്ന് മാത്രമാണ് പറഞ്ഞുള്ളെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം രവിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെ ക്യാഷിനാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് ജേണൽ എൻട്രിയിൽ നമ്മളിത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ഒരു എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ് അക്കൗണ്ട് ₹7,500. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രവി ഫോർ ക്യാഷ്. നരേഷൻ. ഇനിയും 3 ട്രാൻസാക്ഷൻ കൂടിയുണ്ട്. നമുക്കത് അടുത്ത സ്ലൈഡിൽ പ്രസൻറ്റ് ചെയ്യാം. ആ 3 ട്രാൻസാക്ഷൻസ് ഒന്ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രവി 17-നാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രവി എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. ഇവിടെ രവിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ₹5,000 ടു രവി അക്കൗണ്ട് ₹5,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രവി ഓൺ ക്രെഡിറ്റ്. ദെൻ പർട്ടിക്കുലർ കോളം ക്ലോസ് ചെയ്തു. ദെൻ 20th ബോട്ട് മെഷീനറി ഫോർ ക്യാഷ്. മെഷീനറി വാങ്ങിച്ചു. മെഷീനറി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഒരു മെഷീനറി വന്നു, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ഡെബിറ്റും അസറ്റ് ഡിക്രീസ് ക്രെഡിറ്റുമാണ്. അപ്പോൾ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള 2 അക്കൗണ്ട്, ഒന്ന് മെഷീനറി അക്കൗണ്ടും ഒന്ന് ക്യാഷ് അക്കൗണ്ടുമാണ്. മെഷീനറി അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തത് കൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു ₹8,000. ക്യാഷ് അക്കൗണ്ട് കുറഞ്ഞത് കൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ടു ക്യാഷ് അക്കൗണ്ട് 8,000. നരേഷൻ പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത് 27-നാണ്. പെയ്ഡ് റെൻറ്റ്. റെൻറ്റ് കൊടുത്തു. റെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്യാഷാണ് കൊടുത്തത്. ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഒന്ന് റെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന എക്സ്പെൻസ് അക്കൗണ്ടാണ്, രണ്ടാമത്തേത് ക്യാഷ് അക്കൗണ്ടാണ്. റെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഏത് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു? റെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തു. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടാണ്. എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റ് ചെയ്തു. റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 400 ടു ക്യാഷ് അക്കൗണ്ട്. റെൻറ്റ് കൊടുത്തപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു,
അസറ്റ് കുറഞ്ഞാൽ അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം ടു ക്യാഷ് അക്കൗണ്ട് ₹400 നരേഷൻ റെൻറ്റ് പെയ്ഡ് ഇൻ ക്യാഷ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ജേണൽ എൻട്രീസ് പാസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും എക്സാമിന് ഒരു ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനുള്ള ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ എല്ലാ ജേണൽ എൻട്രീസും നമ്മളെ ഈ എക്സാമ്പിളിലെ എല്ലാ ജേണൽ എൻട്രീസും നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ഒന്ന് ടോട്ടൽ ചെയ്യണം. എല്ലാ ഡെബിറ്റിനും തുല്യമായിട്ടുള്ള ക്രെഡിറ്റ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 2 കോളം സെയിം ടോട്ടൽ എമൗണ്ട് ആയിരിക്കും കിട്ടുക. ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ഈക്വൽ എമൗണ്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ഫോക്കസ് ഏരിയയിലെ 4 ഭാഗങ്ങൾ ഡിസ്കഷൻ പൂർത്തിയാക്കി. റിവിഷൻ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വിശദമായ ക്ലാസ്സുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ, റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ജേണൽ, എങ്ങനെയാണ് ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ്. ദെൻ ഫോക്കസ് ഏരിയയിൽ ബാക്കി നിൽക്കുന്ന ഈ 3 ഭാഗങ്ങൾ, ലെഡ്ജർ, പോസ്റ്റിംഗ് ഫ്രം ജേണൽ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ, ഈ 3 കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ.